ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ നമുക്ക് 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഓട്സ് വെച്ചിട്ടുള്ളൊരു സ്വീറ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. നമുക്ക് 10 മിനിറ്റിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഓട്സ് സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഓട്സ് ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1 കപ്പ് അളവിൽ ഓട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 10 കാഷ്നട്ടും 10 ബദാമും ഞാനൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു 5 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാനായിട്ട് പാടില്ല. കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലതുപോലൊരു മണം വന്നു തുടങ്ങും. അതുപോലെ തന്നെ ഓട്സ് നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആയിട്ടും വരും. ഈ ഒരു പരുവം വരേക്കും ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം ഞാനൊരു 5 മിനിറ്റോളം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. അതിനുശേഷം ഇതേ പാനിലേക്ക് തന്നെ ഞാൻ 1/4 കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരേക്കും ശർക്കര എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഈ ശർക്കര നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരേക്കും നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ശർക്കര നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ശർക്കര എല്ലാം തന്നെ നന്നായിട്ടൊന്ന് മെൽറ്റായും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഓട്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഓട്സ് ചേർത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓട്സ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ഈ ശർക്കര പാനി ഒന്ന് ഡ്രൈ ആയി പോവുകയും ചെയ്യും. ഇനി നമുക്ക് ഓട്സ് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം. അതുവരേക്കും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒരു 5 മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഓട്സ് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി നമുക്ക് കുറച്ചൊന്ന് തിക്കായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് ആയി കിട്ടും. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് കൈയെടുക്കാതെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേക്കും നമുക്കൊരു ബോൾ രൂപത്തിലൊന്ന് ആയി കിട്ടും. ആ ഒരു പരുവം വരേക്കും നമുക്കിതൊന്ന് വഴറ്റി എടുക്കാം. ഇപ്പം നമ്മുടെ ഓട്സ് എല്ലാം തന്നെ ഒരുമിച്ച് ചേർന്ന് ഇതുപോലൊരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ ഓട്സ് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് പുരട്ടി വെച്ചിട്ടുള്ളതാണ്. നെയ്യ് പുരട്ടിയതിന് ശേഷം വേണം നമ്മൾ ഈ ഓട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂണിൽ ഒരല്പം നെയ്യ് ഒന്ന് തടവിയതിന് ശേഷം സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ലതുപോലെ ഈ ഒരു പ്ലേറ്റിൻ്റെ ആ ഒരു ലെവലിൽ നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം. ഇപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് പരത്തി ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 15-20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ടൊന്ന് തണുത്ത് വരും. അതിനുശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടത്തക്ക രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ഒരു സ്വീറ്റാണ്. കുട്ടികൾ സ്വീറ്റ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഒരു 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.